ഹായ്, ഈ വീഡിയോയിൽ ഡെമോ ചെയ്യുന്നത് ഹൗ ടു റിട്ടേൺ എ സെയിൽ. ഒരു സെയിൽ എങ്ങനെ റിട്ടേൺ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഡെമോ ചെയ്യുന്നത്. സോ ഫോർ ദാറ്റ് സൈഡ് മെനുവിൽ സെയിൽസിൽ ഐ ക്യാൻ ചൂസ് റിട്ടേൺ. സോ ഇവിടെ റിട്ടേൺ യുവർ സ്ക്രീൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ 2 ഓപ്ഷൻസ് ആണുള്ളത്. അതല്ലെങ്കിൽ ബിൽ നമ്പർ വെച്ചിട്ട് സെയിൽ സെർച്ച് ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ പ്രോഡക്റ്റ് നെയിം വെച്ചിട്ട് സെയിലിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, if we know the product name US product, so ഈ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സെയിൽസും ലിസ്റ്റ് ചെയ്യും. അതിൽ നമുക്കൊരു സെലക്ട് ചെയ്തിട്ട് അതിനെ റിട്ടേൺ ചെയ്യാൻ പറ്റും. അതർവൈസ് വി ക്യാൻ ഫൈൻഡ് യു ദി ബിൽ നമ്പർ. സോ ഇവിടെ ബിൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ സെയിൽ ലിസ്റ്റ് ആവും. ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ ഇതിൽ ആ സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഓർഡർ നമ്പർ, customer details, payment flow, everything will be here. So ഇവിടെ നമുക്ക് കസ്റ്റമർ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. വി ക്യാൻ അഡ്ജസ്റ്റ് ദ പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, ഐറ്റംസ് ക്വാണ്ടിറ്റി, എവറിത്തിങ് വി ക്യാൻ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇവിടുന്ന് ഞാൻ ടോട്ടൽ ഇവിടെ റിട്ടേൺ അവൈലബിൾ ആയിട്ടുള്ളത് 2 ക്വാണ്ടിറ്റിയാണ്. അതിലത്തെ ഒരെണ്ണം റിട്ടേൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആഫ്റ്റർ ദാറ്റ് ക്ലോസ് ചെയ്യാം. സോ ഓട്ടോമാറ്റിക്കലി ആ ഡീറ്റെയിൽസ് ഇവിടെ ഫിൽ ആയിട്ടുണ്ട്. റിട്ടേൺ ചെയ്യാൻ പോകുന്ന ടോട്ടൽ എമൗണ്ട് 1000 ആണ്. സോ ഇവിടുന്ന് നോർമലി പേ ക്ലിക്ക് ചെയ്യുന്നു. കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺ സക്സസ് ആയിട്ടുണ്ട്. സോ നമുക്കിനി ആ റിട്ടേൺ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുണ്ടാവും. സോ യു ക്യാൻ ഓപ്പൺ ദ റിട്ടേൺ ലിസ്റ്റ്. ഹിയർ യു ക്യാൻ സീ ദ റിട്ടേൺ, the last we completed for requested amount 1000 and accepted amount is 1000. ഡീറ്റെയിൽ പേജിൽ അതിന് മോർ ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ഡീറ്റെയിൽസ്. സോ സ്റ്റോക്ക് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹിയർ വി ക്യാൻ സീ ദ ലാസ്റ്റ് വൺ റിട്ടേൺ ഓർഡർ. സോ ദ സ്റ്റോക്ക് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പ്രീവിയസ് സ്റ്റോക്ക് 3 ആയിരുന്നു. ഒരു ഐറ്റം ആഡായി, റിട്ടേൺ ആയ ഒരു ഐറ്റം ആഡായി. സോ കറൻറ്റ് സ്റ്റോക്ക് ഈസ് 4. So this is how to return a sale.